പരിപാടിക്കാണ് സമാധാനത്തോട് മറക്കുകയാണ്. വലിയവനായ രക്ഷകന്റെ ധനിയുള്ള പരിശുദ്ധനാമത്തിൽ തന്നെ സമയങ്ങൾ ആരോപിക്കും. അതേ സമയത്ത് കാണിക്കരുത്. യോഗത്തിന് നന്ദി അറിയിക്കാൻ തക്കവണ്ണം നമ്മുടെ വിഷയത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന, പ്രത്യേകിച്ച് ഇതിന് നല്ല നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജോസഫ് മാത്യു ചാനി, എൻ്റെ പ്രസിഡൻ്റാണല്ലോ ജോസഫ് മാത്യു കാലപ്പുറത്ത്, അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.
വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ വിശ്വാസികളുടെ സമൂഹം, വെട്ടിക്കോട് കൺവെൻഷൻ്റെ UCYM കൺവെൻഷൻ്റെ 3-ാം ദിനമായ ഇന്ന് ഈ സദ്യ ഇവിടെ അവസാനിക്കുമ്പോൾ സർവശക്തൻ നൽകിയ എല്ലാ കർമ്മങ്ങൾക്കായിട്ടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന നമ്മളെ അനുഗ്രഹിച്ച ഷിജിയച്ചൻ, മുമ്പ് അച്ഛൻ പറഞ്ഞതുപോലെ, ക്രിസ്റ്റഫ പറഞ്ഞതുപോലെ, പള്ളിരിക്കലിട്ട് നടക്കുന്ന കാലം മുതൽ ഓലക്കീറിൽ ഇരുന്ന് ശീലമുള്ള അച്ഛനാണ്. ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, UCYM-ന്റെ അല്പമായ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് 5 അച്ഛന്മാരെയോളം നേടുവാൻ വെട്ടിക്കോടിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. അതിൻ്റെ തുടക്കകാലം മുതൽ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും UCYM-ന്റെ പ്രവർത്തനത്തിൽ ഒഴുകിയ ആൾക്കാരുണ്ട് എന്ന് അറിയാം. എങ്കിലും ഷിജിയച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാന പാചകമായിട്ട് വളർന്നു വരുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. ഈ യോഗത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെറിയതായ ഒരു വചന ശുശ്രൂഷ നൽകുകയും ചെയ്ത ആ അച്ഛനോട് ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വചന പ്രബോധനം നടത്തിയ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛൻ ജോസഫ് ശാമുവൽ കറുകയിലച്ഛൻ നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്. ഏതാണ്ട് 36 വർഷക്കാലം നമ്മളെ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ആറാടിപ്പിച്ച ഒരു ദേഹമാണ്. ഈ വർഷവും നമുക്ക് നല്ലതായ ഒരു ദൂത്, മഹിമയുടെ ദൂത്, കരുണയുടെ ദൂത് നമുക്ക് നഷ്ടപ്പെട്ട സഹോദരനെ കണ്ടെത്തുവാൻ പറ്റിയ ഒരു ദൂത് നൽകിയ ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അച്ഛനോടൊപ്പം തന്നെ കടന്നു വന്നിട്ടുള്ള കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയ്ക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നീട് കൊയർ സംഘമുണ്ട്. നല്ല രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ സഹായിച്ച ആ കൊയർ സംഘം, അതുപോലെ തന്നെ ബൈബിൾ റീഡിംഗ് നടത്തിയ സഹോദരി, സ്വാഗതം പറഞ്ഞ സഹോദരൻ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് ഈ യോഗത്തെ ഏറ്റവും മംഗളമാക്കി തീർക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നാളെ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നത് ബെന്നി നാരകത്തിനാൽ അച്ഛനാണ്. നാളത്തെ ഒരു ദിവസത്തെ കൺവെൻഷനോടുകൂടി നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ അവസാനിക്കുകയാണ്. എല്ലാവരും കൃത്യസമയത്ത് കടന്നു വരണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. പ്രാർത്ഥനയെ ആശീർവാദത്തെ. തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായി സ്തോത്രം. ഈ ഇവിടേക്ക് കടന്നു വരുവാനും ഇവിടെ തിരുവഴുത്തിൽ നിന്നും കേൾക്കുവാനും ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ വഴികളെയും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയൊക്കെ ഒന്ന് കോർത്തിണക്കി ജീവിതത്തിൽ
ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും തക്കോടെ ഈ രാത്രി ലഭിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഇത് വിവരിച്ചു വന്ന അഭിഷേകത്തിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. അടങ്ങിയ യാത്രയിലെല്ലാം സാന്നിധ്യം കൂടെ ഇരിക്കണമേ. 36 വർഷക്കാലം ഈ പ്രദേശത്ത് തിരുവചനത്തിന്റെ മാറ്റമില്ലാത്ത ദൂത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ അഭിഷേകത്തിനെ ഒരുക്കിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷകളിലും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളുമായിട്ട് ഇരിക്കുന്നു. സമാധാനമില്ലാത്ത അനേക കുടുംബ ജീവിതങ്ങളുണ്ട്, സന്തോഷമില്ലാത്ത അനേക കുടുംബ ജീവിതങ്ങളുണ്ട്, ശാരീരികമായി ബലം നഷ്ടപ്പെട്ട അനേകരുണ്ട്. അവരിലേക്ക് നോക്കി ഒരു പ്രകാശിതരാണ് മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ കണ്ണുനീരോടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടയായില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരെ വാഴ്ത്തണമേ. ഞങ്ങൾക്കായി തുറന്ന നീ ഭവനത്തെയും ഭവന നിവാസികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഇത് നിത്യമായ ശാന്തിയും സമാധാനവും വസിപ്പിക്കണമേ. ദൂരെയായി അധ്വാനിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി വഴി നടത്തിയ കർത്താവ് അവരായിരിക്കുന്ന ജീവിത മേഖലയിലെല്ലാം അത്ഭുതകരമായി അവരെ വഴി നടത്തണമേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നമുക്ക് കാത്ത് സംരക്ഷിക്കണമേ. തന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവേ, തിരുവനന്തപുരപ്പിച്ച പ്രകാരം സമ്പത്താകുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പ്രയോജനമില്ല. ദീർഘകാലിക്കാർ തളർന്നു വീഴുന്ന തിരുവനെ ഓർപ്പിക്കുന്ന പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും കണ്ണുനീരിനോ ദുഃഖത്തിനോ പ്രയാസത്തിനോ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ മുഖാന്തരം മറ്റുള്ളവർ മുമ്പ് ഞങ്ങൾ തലകുനിച്ചു നിൽപ്പാൻ ഇടയാകരുതേ. മറ്റുള്ളവർ ഞങ്ങളെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകേണ്ട വഴി കേൾക്കേണ്ട ശബ്ദം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണമേ. അരുതാത്ത വഴി കൂടെ സഞ്ചരിപ്പാൻ അവർ ഇടയാക്കരുതേ. ശൗമേൽപാലിനെ പോലെ ദൈവത്തിന് മനുഷ്യന് പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുവാനിടയാകണമേ. മാതാപിതാക്കളുടെ സന്തോഷങ്ങളും കിരീടങ്ങളുമായി വളരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. കെട്ടുകളില്ലാത്ത രോഗങ്ങൾ ബാധിച്ചവർ, ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരം സ്പർശിക്കണമേ. ശരീരാത്മദേഹികൾക്ക് സൗഖ്യവും സ്വസ്ഥതയും ആശ്വാസവും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ നാനാജാതി മതസ്ഥരായ ആളുകളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിന്റെ ആവശ്യതയിലായി കഴിയുന്നവരോട് കരുണ തോന്നണമേ. വാർദ്ധക്യത്തിനുള്ള കാലത്തോളം തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും നല്ല ചെയ്ത കർത്താവേ, അവരെ ഉള്ളങ്കരോട് പൊതിഞ്ഞു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ പലവിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളായി കടന്നുകൊണ്ടിരിക്കുന്നു. ജോലിയില്ലാതെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കുടുംബത്തിന്റെ ആഗ്രഹിച്ചിട്ട് ദീർഘനാളുകളായി ഒരു കുടുംബത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. ദാമ്പത്യത്തിൽ ദീർഘനാളുകളായി കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട് കർത്താവേ. നീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമേ, മനസ്സുകാരെ രക്ഷിക്കുന്നതിനായി തമ്പുരാനെ പൊട്ടുന്ന വാതിലും തുറന്ന് അടച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപേക്ഷിക്കുന്നതിന് ഉപേക്ഷിക്കാത്ത കർത്താവ് ഞങ്ങളോടെല്ലാം കരുണ തോന്നണമേ. ഏത് സങ്കടമായി ഇവിടെ കടന്നു പോകുമോ കർത്താവ്, ഞങ്ങളുടെ സങ്കടത്തിന്റെ ശബ്ദം കേട്ടെന്ന് പറയുവാൻ ഈ രാത്രി ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. എല്ലാ വാഴ്വുകളാൽ ഞങ്ങളെ തറയ്ക്കണമേ. ഈ രാത്രി സമാധാനപൂർവ്വം മടങ്ങുവാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റിനെ സ്തുതിപ്പാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ. ഞങ്ങളൊരു നിരക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും ഇടപെടാതെ സമർപ്പിക്കാനോട് തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ പരക്കില്ല ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പണിപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവിനെയും വിശ്വാസനായ ഞങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതൃത്വശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളുടെ ബലഹീനവും കുറവുള്ളമായ പ്രാർത്ഥനയുടെ നമസ്കാരങ്ങളും അവിടുത്തെ ഉന്നത പ്രസവാസനം ഭാഗം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവരായി തീരണമേ. വലിയവനായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതരായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും കേട്ട ദൈവജനത്തിന് മേലും ഓർത്ത് പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ മേലും ഈ ദേശത്തെ നാനാജാതി മതസ്ഥരുടെ മേലും ഈ വെട്ടിക്കോട് കൺവെൻഷൻ മേലും തൊഴിൽ ദിവസങ്ങളിൽ നടക്കാനുള്ള ശുശ്രൂഷകളുടെ മേലും ഇതിനുവേണ്ടി അല്പമാധികമായി അധ്വാനിക്കുന്നവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ആമേൻ. യോഗം അവസാനിച്ചു. സമാധാനപൂർവ്വം